ഇപ്പം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം പോലെ വിഷമം തോന്നരുത്. എനിക്ക് ജോണിനെ വെരി പേഴ്സണലായിട്ട് അറിയാം, ധന്യേനെയും അറിയാം. ഇപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത്, അത് മനഃപൂർവ്വം ഇവിടെ പറയിപ്പിക്കുന്നതും അല്ല. പക്ഷെ നിങ്ങളുടെ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം അത് തീർച്ചയായിട്ടും നമ്മളത് പറയാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഈ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കാണുന്ന യൂട്യൂബിലൊക്കെ കാണുകയാണെങ്കിലും ഇതിന് താഴെ കട്ടക്ക് എന്ന് പറഞ്ഞിട്ട് ഫയറിങ്ങും ഇതായിരിക്കും. ഫയറിങ് ട്രോളോ ബാക്കിയുള്ള കമന്റ്സോ എന്തോ വരും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയാമോ, ഞാൻ നിങ്ങളെ നോവിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഇതുകൊണ്ട് നൊന്ത ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട്. അവർക്കും ഒരു ആശ്വാസം വേണ്ടേ? അത്രേ ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ ആരെ നോവിക്കാൻ വേണ്ടി ചോദിച്ചത് അല്ല. ഞങ്ങളുടെ ലൈഫിൽ ഞാൻ MBA കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു ഫാമിലി ബിസിനസ്സിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കൺസ്ട്രക്ഷൻ കമ്പനി ആയിരുന്നു, സാംസൺ ആൻഡ് സൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ് 10 വർഷമായിട്ട് പോകുന്ന ഒരു 200ഓളം യൂണിറ്റ്സ് 10 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താണ്. ഞാനൊക്കെ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഫുൾ ഹാർട്ടഡായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് അത്ര അച്ചീവ് ചെയ്തത്. ജോണിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. ട്രിവാൻഡ്രത്തെ ബെസ്റ്റ് ബിൽഡർ ആയിരുന്നു ഞങ്ങളുടെ. അതിനകത്ത് ആ ഒരു ടൈം അത് അത്രയും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഈവൻ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പല സിനിമകൾ, ഇപ്പം ടൂർണമെൻറ്റ് പോലുള്ള വലിയ ബാനറിലുള്ള സിനിമകൾ ചെയ്തിട്ട് പോലും എനിക്ക് അതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ ബിസിനസ്സിൽ ബിസി ആയിരുന്നു. പക്ഷേ ഞാനിപ്പം റിയലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലും ഒരു എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഒരു ഡൗൺഫോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പം എൻ്റെ ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ കടന്നുപോയ ഒരു പീരീഡായിരുന്നു അത് കഴിഞ്ഞു. കഴിഞ്ഞു. അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുക, എങ്ങനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഇപ്പം ബിസിനസ് എന്ന് പറയുമ്പം നമ്മുടെ അന്നത്തെ ഇതിലും നമ്മൾ ഭയങ്കര ട്രസ്റ്റോടുകൂടി എല്ലാം ഒരു ഗുഡ് ഫെയ്ത്തിൽ അങ്ങ് ചെയ്യും. ഇയാളെ നമ്മളെ പറ്റിക്കില്ല, ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതല്ലേ ആളെന്നൊക്കെ ഉള്ള ഒരു മ്യൂച്വൽ ഈ പറഞ്ഞ പോലെ എല്ലാം നന്നായിട്ട് പോകും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് ബിസിനസ് ആണെങ്കിലും ബന്ധുക്കളായിട്ടോ ആരുമായിട്ടും ബിസിനസ് എന്ന് പറയുന്ന സംഗതി ചെയ്യാൻ പാടില്ല. എല്ലാം ഒറ്റയ്ക്ക് വാക്ക് അലോൺ. അതാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി. വാക്ക് അലോൺ. നമ്മുടെ സ്വന്തം ഡിസിഷൻ, നമുക്ക് എന്ത് പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അയാളെ നമ്മളൊന്നും ചെയ്യില്ല, നമ്മളൊന്നും പറ്റിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പാടില്ല. ബിസിനസ്സിൽ കംപ്ലീറ്റ് എല്ലാം ഇതാക്കി ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി ശത്രുക്കളുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. നമ്മളൊന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മുകളിൽ കയറി അടിച്ചിട്ട് പൊങ്കാലയിടും. അത് ഉറപ്പാണ്, അതെനിക്ക് മനസ്സിലായി. പിന്നെ ആ സമയത്ത് എനിക്ക് ഈ കേസസൊക്കെ വന്ന സമയത്ത് എനിക്ക് പറഞ്ഞ, കാരണം അതിൻ്റെ ഇൻട്രോഗേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് അതിനകത്തുള്ള ഒരു ഒഫീഷ്യൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഷോണിൻ്റെ അടുത്ത് ഞാൻ ഇത് പറയാം, ഹാപ്പൻ ഈസ് ഹാപ്പൻ, സംഭവിച്ചു. ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല, വെയിറ്റ് ചെയ്യുക. ലൈഫിൽ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം ആറ്റുവഞ്ചി നയം എന്ന് പറയാം. ചേച്ചിക്ക് അറിയാമോ അത്? ആറ്റുവഞ്ചി നയം എന്ന് പറയുന്നത്, ഇപ്പം ഈ ആറ്റിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ആടുന്ന ചെടികളുണ്ടല്ലോ. അപ്പം ചില സമയം ഭയങ്കര മഴയൊക്കെ വരും. അപ്പോൾ ഇതിനടുത്ത് തന്നെ വലിയ മരങ്ങളൊക്കെ കാണും. ഈ വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്താ അറിയാം, ഈ ആറ്റുവഞ്ചി എല്ലാം നനഞ്ഞങ്ങ് തറയിൽ പറ്റി ഇങ്ങനെ കിടക്കണം. ഈ തലയുയർത്തി നിൽക്കുന്ന വലിയ മരങ്ങളുണ്ടല്ലോ, കട ഒഴുകി അങ്ങ് വീഴും. ഈ മഴ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തീരും. ഈ മരം അവിടെ കാണില്ല. ഇത് വീണ്ടും തിരിച്ചു വരും. ലൈഫ് നിങ്ങൾ അങ്ങനെ കാണണമെന്ന് പറയുന്ന ഒരു വലിയൊരു പാഠം എനിക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ അത് ശരിയാണ്, നമ്മളത് ഫേസ് ചെയ്യുക. പിന്നെ നമ്മളൊരു പ്രോബ്ലംസിൽ കൂടെ പോകുമ്പം ഇതിൻ്റെ തൂക്കം നോക്കും. എനിക്ക് കിട്ടിയ പ്രോബ്ലമാണ് എൻ്റെ ലൈഫിൽ ഫേസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്നുള്ളത് നോക്കും. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എന്തോരം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഉണ്ട് മറ്റു സ്ഥലത്ത്. അപ്പം അതിനകത്ത് ഞാൻ ഇങ്ങനെ അനലൈസ് ചെയ്തു, ഒരു ലൈഫിൽ ഒരു ഫാമിലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇപ്പം ഫാമിലിക്കകത്ത് നമ്മുടെ ഏറ്റവും അധികം നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ കിടപ്പായി പോവുകയാണ്, അല്ലെങ്കിൽ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ കൺമുമ്പിൽ നരയ്ക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. 2 ഹ്യൂമൻ ലോസ്, ഒരാൾ മരിച്ചു പോവുക. അതും കുറച്ച് കഴിയുമ്പോൾ റിക്കവർ ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫിനാൻഷ്യൽ ലോസ്. അത് നമുക്ക് ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാക്കിയുള്ള എല്ലാം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ എന്ത് പ്രോബ്ലത്തിനും എൻ്റെ കൂടെ എൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് കാരണം ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇതിനകത്ത് സത്യസന്ധമായിട്ട് നമുക്കൊരു നിഷ്കളങ്കമായിട്ട് നമ്മുടെ സൈഡിൽ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം, ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. ഇന്നേ വരെ മനസ്സാവാച കർമ്മണ നമ്മൾ ആർക്കും ഒരു ദ്രോഹവും
ചിന്തിച്ചിട്ട് പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കുക പോലില്ല. അത് ശരിയായില്ല. അത് പർപ്പസ്ഫുള്ളി ഫോഴ്സ്ഫുള്ളി ഞങ്ങളുടെ ഫാമിലിക്കകത്ത് അങ്ങനെ തന്നെ വേണമെന്ന് പറയും ഒരാളെ പറ്റി. അത് ഇവിടെ എൻ്റെ അടുത്ത് എന്തെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാഷ്വലായിട്ട് പോലും ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യാറില്ല. നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിനിമ കാണും അല്ലെങ്കിൽ പുറത്തു പോകും അല്ല അങ്ങനെയുള്ള അത് അങ്ങനെ ഇവരെ ചിന്തിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് മുന്നോട്ട് നമുക്ക് ആരെയും ഫേസ് ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ പ്രോബ്ലംസും ഉണ്ട്, കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 years എടുക്കും എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ആവും. ഡെഫിനറ്റ്ലി വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് സം ടൈം.